ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. രാവിലെ 10:15 തുടങ്ങിയ ചടങ്ങുകളാണ് അതിപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പൊങ്കാല അടുപ്പുകളിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള പുണ്യാഹം എത്തി, അത് തളിച്ചു, അത് പ്രസാദമായി. ആ പ്രസാദവുമായി വീടുകളിലേക്ക്, അവരവരുടെ നാടുകളിലേക്ക് ഭക്തലക്ഷങ്ങൾ പോവുകയാണ്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, KSRTCയുടെ പ്രത്യേക സർവീസുകൾ, റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ കാണാം അവരുടെ ഭക്തരുടെ മടങ്ങിപ്പോകുന്നതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇനിയിപ്പോൾ ഏതാണ്ട് 3000-ലധികം ശുചീകരണ തൊഴിലാളികൾ, 350-ലധികം വാഹനങ്ങൾ അത് നഗരത്തിലേക്കെത്തി ഈ നഗരം പഴയ അവസ്ഥയിലേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ എത്തും. അതൊരു ഭാഗത്ത് ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഈ ഭക്തലക്ഷങ്ങൾക്ക് അവരവരുടെ വീടുകളിലേക്ക് ഈ പ്രസാദവുമായി മടങ്ങിപ്പോകുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളാണ്, അതും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്താണ് ശ്രീകാന്ത് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്താണ്, ഈ ശ്രീകോവിലിനോട് ചേർന്ന് നടയുടെ തൊട്ട് സമീപം എന്ന് പറയാം. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ പുണ്യാഹം കൊണ്ടുവന്നു. അത് ഈ പൊങ്കാല അടുപ്പുകൾ കൂട്ടി പൊങ്കാല അർപ്പിക്കുന്നതിന്, പൊങ്കാല നേദിക്കുന്നതിന് കാത്തിരുന്ന ഭക്തർക്ക് അരികിലേക്ക് അവിടെ നിന്നുള്ള പരികർമ്മികളൊക്കെ തന്നെ എത്തി അത് നേദിച്ചു. ഭവാന ദേവിക്കത് നേദിച്ചു. അതിനുശേഷമുള്ള മടക്കയാത്രയിലേക്ക് കടക്കുകയാണ് ഈ ഇവിടെ വന്നിട്ടുള്ള ഭക്തലക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, ഈ 1:15 കൂടിയാണ് ഈ നിവേദ്യം ചടങ്ങ് അത് ആരംഭിച്ചത്. ഇനിയിപ്പോഴുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ 1:45 ഉഷശ്രീബലിയുണ്ട്, പിന്നെ ഉച്ചശ്രീബലി അരങ്ങേറും. വൈകുന്നേരം 6:45 ദീപാരാധന, രാത്രി 7:45 കുത്തിയോട്ടം, ചൂരൽകുത്ത്, 11:15 പുറത്തെഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി, ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കാനുണ്ട്. വിജയകുമാർ, ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്, കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് വലിയ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം, വലിയ ഭക്തരുടെ വലിയൊരു ഒഴുക്ക് ക്ഷേത്രത്തിലേക്കുണ്ടായിരുന്നു, ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തിരിച്ചുപോക്കിനുള്ള സമയമാണ്. 1 വർഷം നീണ്ട കാത്തിരിപ്പ്, അതിനുശേഷം അമ്മയുടെ അടുക്കലേക്ക് എത്തൽ, ഇവിടെ പൊങ്കാല അർപ്പിക്കൽ, അത് നിവേദിക്കൽ, ഒടുവിൽ ഇനി സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അത് ഓരോരുത്തരും ആ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എവിടെ നിന്നായിരുന്നു വന്നത്? അപ്പോ ഓരോരുത്തരായി മടങ്ങിപ്പോകുന്ന വിജയകുമാർ, അങ്ങനെ ഓരോരുത്തർ ഈ മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ട്. അമ്മ എവിടെ നിന്നാ വന്നേ? ഞാൻ വർക്കല രാവളം മൂന്നൂടെന്ന് പറയും. വണ്ടിയൊക്കെ വിളിച്ചാന്ന് വന്നേ? അതോ ഇല്ല, നമ്മളെ സ്കൂട്ടിയിലൊന്നും മക്കളെ. ഒരു വെയിലായിരുന്നു, എന്നിട്ടും ഒരു വെയില്, ഭക്തിയില്ലാതെ അങ്ങ് പോയി. അമ്മ അങ്ങ് നല്ലപോലെ അങ്ങ് വിട്ട്, അതാണ് ശക്തി. അപ്പോ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ പൊങ്കാലയൊക്കെ കണ്ടോ? ആദ്യമായിട്ടാണോ കാണുന്നേ? അല്ല, കൊറേ വർഷമായിട്ട് കാണുന്നു. ഇഷ്ടമായി? താലപ്പൊലിയുണ്ടോ? അപ്പോ വിജയകുമാർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, വാഹന സൗകര്യങ്ങൾ ഒരുക്കലൊക്കെയാണ്. സ്പെഷ്യൽ ട്രെയിനുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പാസഞ്ചർ ട്രെയിൻ കൂടി തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിൽ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് റെയിൽവേ. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് പിടിപ്പത് പണി. ഇത് നഗരം കുരുങ്ങാതിരിക്കാൻ, ബ്ലോക്കിൽ കുരുങ്ങാതിരിക്കാൻ വാഹനങ്ങൾ ക്രമീകരിച്ച് വിടണം. തിരിച്ചു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ പ്രധാനപ്പെട്ട വഴികളിലൂടെയൊക്കെ തന്നെ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക്, അതോടൊപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്കൊക്കെ തന്നെ അവരെ പറഞ്ഞു വിടേണ്ടതുണ്ട്. ശുചീകരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലാസ്റ്റിക് നിരോധനമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്, പ്ലാസ്റ്റിക് ഗ്ലാസുകളുണ്ട്. അതെല്ലാം തന്നെ നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാർക്കാണ് പിടിപ്പത് പണി ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പ് കല്ലുകൾ അത് ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ നടപടികളുണ്ട്. റോഡുകളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കണം. അത് ഫയർഫോഴ്സിന്റെ പണിയാണ്. അവർ ഈ നടപടികൾ, ആദ്യഘട്ടത്തിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവരിറങ്ങും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ ജോലി കൃത്യമായി തീർത്ത് ഈ വൈകുന്നേരത്തോടുകൂടി ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനെയൊരു പൊങ്കാല, ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന ഒരു പൊങ്കാല എന്നതിന്റെ സൂചന പോലും ഇല്ലാത്ത വിധം വൃത്തിയായി മാറും തലസ്ഥാന നഗരം. മുൻകാലങ്ങളിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. പിടിപ്പത് പണിയുണ്ട്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. വിവിധ സർക്കാർ വകുപ്പുകൾ ഒത്തൊരുമിച്ച് ഈ പൊങ്കാല മഹോത്സവം, ഇത്തവണത്തെയും പൊങ്കാല മഹോത്സവം അത് തട്ടുകേടില്ലാത്ത വിധം, പ്രശ്നങ്ങളില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോയി. ഇനി 1 വർഷം നീണ്ട കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി.
ശരി, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ വീടുകളിലേക്ക് നാടുകളിലേക്കൊക്കെ എത്താനുള്ള ഭക്തരുടെ ഒരു ഒഴുക്കാണ്. അത് തമ്പാനൂരിലേക്ക് ഇങ്ങനെ ആ നഗരം, തിരുവനന്തപുരം നഗരം ഇങ്ങനെ തമ്പാനൂരിലേക്ക് ഇങ്ങനെ നീങ്ങുന്നതാണ് കുറെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ കാണുന്നത്. ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ ഇങ്ങനെ ആ ലക്ഷക്കണക്കിന് ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തും. അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഈ പൊങ്കാല, ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത് ആ പ്രസാദവുമായി അവരവരുടെ നാടുകളിലേക്ക് വീടുകളിലേക്കൊക്കെ പോവുകയാണ്. പലരും സംഘമായാണ് വന്നത്. അവർക്കൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ നാടുകളിലേക്ക് വീടുകളിലേക്കൊക്കെ പോകാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ നഗരം ശുചീകരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3000-ലധികം വരുന്ന ശുചീകരണ തൊഴിലാളികളും അത്രത്തോളം ഏതാണ്ട് 300-ലധികം വരുന്ന വാഹനങ്ങളും ഒക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് എത്തി ഈ അടുപ്പ് കല്ലുകളുമൊക്കെ നീക്കി റോഡൊക്കെ വൃത്തിയാക്കി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പഴയതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം നമുക്ക് കാണാൻ കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി ആറ്റുകാൽ പൊങ്കാല ദിവസം കാണുന്നതാണ്. അതിനൊരു മാറ്റവുമില്ല. എങ്ങനെയാണോ അത് നടക്കേണ്ടത് അതുപോലെ തന്നെ ഇത്തവണയും നടക്കുന്നു. ഓരോ വർഷവും അവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുന്നുണ്ട്. പക്ഷേ എത്ര ആളുകൾ വന്നാലും അവരെയൊക്കെ ഉൾക്കൊണ്ട് ആതിഥ്യ മര്യാദയുടെ, ആ നഗരത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ കൂടി പ്രതീകമായി ഈ പൊങ്കാല മഹോത്സവം മാറുന്നത് നമ്മൾ എല്ലാ തവണയും കാണുന്നുണ്ട്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഒരിക്കൽ കൂടി നമ്മൾ ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്നു. സ്മിത ഹരിദാസ് അവിടെ തുടരുകയാണ്. സ്മിത, ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ അവിടെ നട തുറന്ന് വീണ്ടും ഭക്തർക്ക് ദർശനത്തിനുള്ള സമയം ആയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അതേപോലെയാണ് ഈ ചില ആൾക്കാർ കയറ്റി വിടുമ്പോഴേ നമ്മളവിടേക്ക് മൈക്കുണ്ട്, ഐഡി ഉണ്ട്, ശരിക്കും ഏകദേശം ഏറെക്കുറെ ശൂന്യമായിരിക്കുന്നു. കാരണം ആ നിവേദ്യ സമർപ്പണ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരുപാട് പേർ ഇപ്പോഴും ദേവീ ദർശനത്തിനായി കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ക്ഷേത്രത്തിനകത്തൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവർക്ക് ദർശനം നടത്താൻ കഴിയൂ. അപ്പോൾ രാവിലെ ദർശനം നടത്താൻ കഴിയാത്തവരെല്ലാവരും തന്നെ, അത് മാത്രമല്ല, രാവിലെ പൊങ്കാല നിവേദ്യത്തിനായി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് ഒന്ന് ദേവിയെ ദർശിക്കുക, അതൊരു വിശ്വാസമാണ്. അതിനുശേഷം പൊങ്കാല സമർപ്പണം, നൈവേദ്യ സമർപ്പണം, അതിനുശേഷവും ദേവിയെ കണ്ട് തൊഴുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു തിരക്ക് കാരണം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം കാണുക, തൊഴുക എന്നുള്ളത് പലരും അത് പിന്മാറുന്നുണ്ട്. വലിയ തിരക്കാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ദർശനം നടത്താത്തവർക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് ആത്മസമർപ്പണത്തിൻ്റെ ആ ഒരു ദർശനം അതുകൂടി കഴിഞ്ഞാൽ മാത്രമാണ്. വീണ്ടും കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നു. ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂ ഇപ്പോഴും നമുക്ക് കാണാം. അപ്പോൾ ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകളായ ഭക്തജനങ്ങളാണ് കൂടുതലും. ഇടയ്ക്ക് കുറച്ച് സമയം പുരുഷന്മാരും കുടുംബങ്ങളെല്ലാം, മറ്റു കുടുംബാംഗങ്ങളെല്ലാം കയറുന്നത് കണ്ടു നമ്മൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തിരക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകളായ ഭക്തജനങ്ങളെ തന്നെയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഇന്നത്തെ ഈ പൊങ്കാല സമർപ്പണത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു. പക്ഷേ ഉത്സവം തീരുന്നില്ല. ഇന്ന് പൂരം നാളാണ്, നാളെ ഉത്രം നാളിലാണ്. പൂരം കഴിഞ്ഞ് ഉത്രം നാളിലാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തീരുക. അത് കാർത്തിക നാളിൽ തുടങ്ങിയതാണ്, ഉത്രം നാളിൽ അവസാനിക്കും. അതിനിയും ഇന്ന് വൈകിട്ട് ബാലികമാരുടെ താലപ്പൊലിയുണ്ട്, കുത്തിയോട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇനിയും നടക്കാനുണ്ട്. പക്ഷേ പൊങ്കാല സമർപ്പണം, വിശ്വപ്രസിദ്ധമായ പൊങ്കാല സമർപ്പണത്തിന് ഇന്ന് ഈ ദർശനത്തോടുകൂടി തന്നെ പരിസമാപ്തിയാകും. അതിനുശേഷം ദൂരദേശങ്ങളിൽ നിന്നും 3-4 ദിവസം മുൻപേ ഇവിടെ വന്ന് പല സുഹൃത്തുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ താമസിച്ച് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തി വ്രതാനുഷ്ഠാനങ്ങളോടെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യൂ നിന്ന് പൂജകളും കർമ്മങ്ങളും അതിലെല്ലാം പങ്കെടുത്ത് പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് ഇന്ന് തിരികെയുള്ള യാത്രയിലേക്കുള്ള സമയമായിരിക്കുന്നു. അതിനു മുൻപുള്ള ക്ഷേത്ര ദർശനത്തിൻ്റെ സമയമാണിപ്പോൾ. വീണ്ടും അവിടെ ക്ഷേത്ര ദർശനത്തിന് ഇപ്പോൾ സമയം ആയിട്ടുണ്ട്. അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അവിടെ കാത്തുനിന്നവർക്ക് വരിവരിയായി അവരൊക്കെ ക്ഷേത്രനടയിലേക്ക്, ശ്രീകോവിലിന് സമീപത്തേക്ക് പോവുകയാണ്. തൊഴുത് അവർ മടങ്ങും വീടുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി. ആ ക്യൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരം കൂടി കിട്ടുന്നുണ്ട്. അവിടുത്തെ വോളണ്ടിയേഴ്സ് ആ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ലഘുഭക്ഷണവും ദാഹജലവും ഒക്കെ നൽകുന്നുണ്ട്. കടുത്ത വേനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മാസ കണക്ക് വെച്ചാൽ കുംഭമാസത്തിൻ്റെ അവസാന പാദമാണ്. അപ്പോൾ കടുത്ത ചൂടിൻ്റെ ഒരു സമയം കൂടിയാണ്. വേനൽമഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിലും വേനൽമഴ പെയ്യുന്നതിനനുസരിച്ച് പകൽ താപനിലയും കൂടും. അപ്പോൾ ഈ കടുത്ത വേനലിൽ അവഗണിച്ച് അതിനെയൊക്കെ അതിജീവിച്ചൊക്കെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ, ഭക്തർ പൊങ്കാല അർപ്പിച്ച് നിവേദിച്ച് പ്രസാദവുമായി വീടുകളിലേക്ക് മടങ്ങുകയാണ്.